ഹലോ ഗായ്സ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്പോഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്പോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നോട് പല തവണ എനിക്ക് തോന്നുന്നു ഒരുപാട് തവണയായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട്, അത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു, സാറേ എക്കണോമിക്സ് പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ സാറേ എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇത് പറയുന്ന അമ്മയിലും ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളോട് ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, നിങ്ങളിത് പഠിക്കുക, അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയും. ഇതെല്ലാവരും നിങ്ങളോട് ടീച്ചേഴ്സായിട്ടുള്ള എല്ലാവരും പറഞ്ഞുതരും, കാരണം അവരുടെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ പറഞ്ഞുതരും. അത് നിങ്ങളോട് പറയും ഇത് പഠിക്കണം കേട്ടോ എന്ന് നിങ്ങളോട് പറയും, അല്ലേ? നിങ്ങളൊരു പക്ഷേ ഇതും കേട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ തുറന്നപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച കാര്യം, എക്കണോമിക്സിന് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഞാൻ അതിനുള്ള വഴി പറഞ്ഞുതരാം. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും പ്ലസ് വണ്ണിൽ പഠിച്ച സമയത്തും ഞാൻ എക്കണോമിക്സ് പഠിച്ചിരുന്ന രീതി, പിന്നീട് അതിനുശേഷമൊക്കെ ഞാൻ എക്കണോമിക്സ് പഠിക്കാൻ ഫോളോ ചെയ്തിരുന്ന രീതി പറഞ്ഞാൽ കണക്ഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കണക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുകൂടി നോക്കിക്കോളും. അതിനാദ്യമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ്, നിങ്ങളുടെ ഇന്ത്യൻ എക്കോണമിയിലുള്ള ഒരു ഭാഗം, ഇന്ത്യൻ എക്കോണമിയിലുള്ള നമ്മുടെ പഠിക്കാനുള്ള ഇന്ത്യൻ എക്കോണമിയിലെ 7ാമത്തെ ചാപ്റ്ററാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ വരുന്നൊരു ടൈമാണ് ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അല്ലേ? അല്ലെങ്കിൽ എന്താണ് വർക്ക് ഫോഴ്സ് ക്യാഷ്വലൈസ് ആയിട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ്വലൈസേഷൻ എന്ന് നമുക്കറിയാം, കൂലിപ്പണിക്കാരാണ് നമ്മൾ ക്യാഷ്വൽ വർക്ക് അല്ലെങ്കിൽ ക്യാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാറില്ലേ, കൂലിത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലേ? ഒരു ദിവസം ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് കൂലി കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ് ഒരു 2 മാർക്കിനൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതണ്ടേ? അതിനാദ്യം ഈ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, അല്ലേ? ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സംഗതി എന്താ? ആക്ച്വലി നോക്കിക്കോളൂ, ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റ് ടു ക്യാഷ്വൽ വേജ് വർക്ക് ഈസ് നോൺ ആസ് ക്യാഷ്വലൈസ്ഡ് ഓഫ് വർക്ക് ഫോഴ്സ്. ഒരു പക്ഷേ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ എക്കണോമിക്സിൽ ഏത് കോൺസെപ്റ്റ്, ഇനിയിപ്പോൾ ഏത് തിയറി ആയിക്കോട്ടെ, പ്രോബ്ലം ആയിക്കോട്ടെ, അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതിനെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. എന്താ പറഞ്ഞത്? വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ വായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, അല്ലേ? ഈ വായിക്കുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഈ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഫോട്ടോയിൽ കാണുന്ന ആളാരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ഇദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഈ സിനിമാ താരത്തിൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ പറയുന്ന ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ, അല്ലേ? ഈ സിനിമയിൽ ഈ ബൈക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറഞ്ഞ ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ സിനിമ നിങ്ങളുണ്ടാവും. ദുൽഖർ സൽമാൻ ഉണ്ട്, നമ്മുടെ മുകേഷ് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെന്താ ചുരുണ്ട മുടിയുള്ള മേരിയായിട്ട് അഭിനയിച്ച അവളുടെ പേര്, അത് പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രേമ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന താരമായിരുന്നു. അപ്പം അവർ, അതേപോലെ ദുൽഖർ സൽമാൻ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ മുകേഷ് ഏട്ടനുള്ള സിനിമ ഉണ്ട്, ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ കൃത്യമായിട്ടൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ്വലൈസേഷൻ പഠിച്ചെടുക്കാം. നോക്കിക്കോട്ടെ, അതെങ്ങനെ പറഞ്ഞുതരാം. അതായത് മുകേഷ് ഏട്ടൻ, അതായത് ഈ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ നായക കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന കഥാപാത്രം എന്തായിരുന്നു? അദ്ദേഹം ആദ്യം സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ അല്ലേ, വലിയ സാമ്രാജ്യമൊക്കെ കൊണ്ടു നടക്കുന്ന വലിയൊരു സംഭവമായിരുന്നു. എന്താ പറയുക, വലിയൊരു സംഭവമായിട്ട് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന, നമ്മൾ ഈ ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നടന്നിരുന്ന ആളായിരുന്നു അദ്ദേഹം. പക്ഷേ പെട്ടെന്ന് ഒരു കടബാധ്യത വന്നു. ഓക്കെ, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണറായിട്ട് കൊണ്ടു നടന്നിരുന്ന അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് കടബാധ്യത വന്നു. ഈ പറഞ്ഞ സ്വത്തുക്കളൊക്കെ വിൽക്കേണ്ടി വന്നു കടം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അവർ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനം, നമ്മുടെ മറ്റ് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്, അല്ലേ? അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്താണ്, ഒരു ടൈലർ ഷോപ്പിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ടൈലർ ഷോപ്പിൽ ദിവസക്കൂലിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരാളായിട്ട് മാറി. ഓക്കെ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക്, അതായത് ഓൺട്രപ്രണർ ആയിരുന്ന ഒരാൾ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ടൈലർ മാത്രമായിട്ട് മാറി. ഈ സിറ്റുവേഷൻ മിക്കവാറും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കണ്ടിട്ടില്ലായിരിക്കാം. എന്ത് തന്നെയായാലും ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ പറയുന്നത്, ഒരു ബിസിനസ് ലെവലിൽ നിന്നിരുന്ന ഒരാൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഈ പറഞ്ഞ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഒന്ന് പാപ്പരത്തം സംഭവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ പോലും പിന്നീട് അവിടുന്ന് ഒരു തിരിച്ചുവരവാണ് ഈ കഥയുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിയിരുന്ന ഒരു ആൾ എന്ത് ചെയ്യുന്നു, ആ ബിസിനസ്സൊക്കെ കടബാധ്യതയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിന് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു കൂലിത്തൊഴിലുകാരനായിട്ട് മാത്രമായിട്ട് മാറുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 2 കോസ്റ്റ്യൂമിലും അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ സംഭവിച്ചത് എന്താ, ഇവിടെ സംഭവിച്ച കാര്യത്തിലുള്ളൂ, സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള അദ്ദേഹം, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ജോലി ചെയ്തിരുന്ന അദ്ദേഹം, ഇനി അതേപോലെ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഓഫീസിൽ, ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അന്ന് ജോലിക്ക് പോയിരുന്ന ഒരാളുണ്ടായിരുന്നു വിചാരിക്കാം. അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഈ കമ്പനിയൊക്കെ പൂട്ടി പോകുമ്പം ഈ റെഗുലർ എംപ്ലോയ്ഡ് ആയിട്ട് നിന്ന് അയാൾക്കും എന്ത് ചെയ്യും, ജോലി നഷ്ടപ്പെടും. ഇങ്ങനെ ഇവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടവരെന്താണ്, വെറും കൂലിത്തൊഴിലാളികൾ, കൂലിത്തൊഴിലാളി അഥവാ വെറും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്ഡ്, സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് ഓൺട്രപ്രണറായിട്ട് അഥവാ സംരംഭകരായിട്ട് മുന്നോട്ട് നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റെഗുലർ സാലറിഡ് സ്വന്തമായിട്ട് ബിസിനസ്
ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ കീഴിൽ അവിടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ജോലി നഷ്ടപ്പെട്ട് എന്തെങ്കിലും കാരണവശാൽ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ക്യാഷ്വൽ ലേബറായിട്ട് മാറുന്നു. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് പറയാം, ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് COVID-19 സമയം അല്ലേ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന COVID-19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരുന്നു, കോവിഡ് വന്ന സമയത്ത് അന്ന് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തു, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ റെഗുലർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്തു, ഒരുപാട് പേര് പിന്നീട് ക്യാഷ്വൽ ലേബേഴ്സായിട്ട് മാറി. ഈ സിറ്റുവേഷനെ നമുക്ക് എന്ത് പറയാം, ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളൊരു പേടി പഠിക്കണം. എക്കണോമിക്സ് എന്നല്ല, നമ്മൾ പഠിക്കുന്ന ഏതൊരു സബ്ജക്റ്റും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ഒരു കാര്യം പോലും മറന്നു പോകാറില്ല. അച്ഛനെ മറന്നു പോകാത്തതും അമ്മയെ മറന്നു പോകാത്തതും നമ്മുടെ ചുറ്റുള്ള ഫ്രണ്ട്സിനൊന്നും മറന്നു പോകത്തില്ല. അവരെപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയ്ക്ക് നമ്മൾ പഠിക്കുന്ന ഏതൊരു കോൺസെപ്റ്റിനെയും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളത് മറക്കാതെ എന്ത് ചെയ്യും, എന്നും ഓർമ്മിച്ചിരിക്കും. പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനും പറ്റും. കാരണം മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പേപ്പറിൽ എഴുതാറുള്ളത്. അപ്പോൾ ഉത്തര പേപ്പറിൽ നല്ല ഉത്തരങ്ങൾ എഴുതിക്കൊണ്ട് ശരി ഉത്തരത്തിലേക്ക് അത് എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ വീണ്ടും പുതിയ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ Salsabin signing out from Edgeboard. Happy learning all. Bye.